വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഫെബ്രുവരി 14 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേക്ക് നമുക്ക് പ്രണയിക്കുന്നവർക്കും അതുപോലെ പ്രണയിക്കാനിരിക്കുന്നവർക്കും ഒക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇത് പെൺകുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, മിസ് ചെയ്താൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഫേസ് ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഞാനിവിടെ ലാക്മെ അബ്സൊല്യൂട്ടിൻ്റെ ബ്ലർ പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫേസിൽ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ആയിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുണ്ടുകുഴിയൊക്കെ മാറി നമുക്ക് നല്ല ഫ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രൈമർ നമുക്ക് ഫേസിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റും കൂടെ കിട്ടും. കൂടാതെ നമ്മുടെ മേക്കപ്പൊക്കെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വേർത്തൊലിച്ച് പോകാതിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രൈമറാണ്. നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രൈമർ. അപ്പോൾ ഞാനത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനായിട്ടൊക്കെ സഹായിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ വാലന്റൈൻസ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം കൺസീലർ എടുത്തിരിക്കുന്നത് Maybelline ഫിറ്റ്മിയുടെ കൺസീലറാണ്. ഇത് ഞാൻ അണ്ടർ ഏരിയയിലെ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ലിപ്സിൻ്റെ സൈഡിലും പിന്നെ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട്സിൻ്റെ മുകളിലൊക്കെ. പിന്നെ നെറ്റിയുടെ അവിടെയും പിന്നെ നോസിലും ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോസിലും അതുപോലെ നെറ്റിയുടെ അവിടെയും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് ഡാബ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിട്ട് ഉരയ്ക്കാൻ പാടില്ല. നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ബ്യൂട്ടി ബ്ലെൻഡർ വെറ്റാക്കിയ ശേഷം ഒന്ന് പിഴിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലോ ആയിട്ടിരിക്കും, നമുക്കൊരു കേക്കി ലുക്ക് തോന്നത്തില്ല. അപ്പം അത് നന്നായിട്ട് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസീലർ നമുക്ക് നല്ല കവറേജ് ഉള്ള കൺസീലറാണ്, നല്ല അഫോർഡബിളുമാണ്. മാത്രമല്ല നമുക്ക് നല്ല ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. നമുക്ക് നല്ലൊരു നമുക്ക് വേറെ ഫൗണ്ടേഷനോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കൺസീലർ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടാൽ മതി. ഇപ്പോൾ സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കോമ്പാക്ട് ഇടുവാണെങ്കിൽ അത്ര നല്ലതാണ്. ഫൗണ്ടേഷനോ BB ക്രീമോ ഒന്നും യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി അതിനുശേഷം ഞാനിവിടെ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസറും പിന്നെ പാക്കിൻ്റെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനൊരു BB ക്രീം പോലെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അത് ഞാൻ ഫേസിൽ ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാനത് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു BB ക്രീം പോലെ തോന്നത്തുള്ളൂ. മറ്റേ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടതായിട്ട് നമുക്ക് തോന്നത്തില്ല. നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഫിനിഷിങ് കിട്ടും. ഇത് നമ്മുടെ നല്ലൊരു കവറേജ് ഉള്ള ഫൗണ്ടേഷൻ, പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടിയൊരു ഫൗണ്ടേഷനാണ് പാക്കിൻ്റെ ഫൗണ്ടേഷൻ. ഏകദേശം 800 റുപ്പീസൊക്കെ വരും ഈ ഒരു ഫൗണ്ടേഷൻ, പാക്കിൻ്റെ ഫൗണ്ടേഷൻ. അതുപോലെ ന്യൂട്രിഡമിനും നല്ല പ്രൈസ് ഉള്ളത് തന്നെയാണ്. 850 റുപ്പീസ് സംതിങ് ആണ് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ. ഇതിപ്പോൾ പഴയ വേഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, പുതിയതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതല്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പം വല്ലപ്പോഴും ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുള്ളൂ. മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടാനായിട്ടൊക്കെ സഹായിക്കും. നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാതെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. വൈറ്റമിൻ E അടങ്ങിയൊരു മോയ്സ്ചറൈസറാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ BB ക്രീം അപ്ലൈ ചെയ്ത പോലെ നമുക്ക് തോന്നത്തുള്ളൂ. നല്ല കവറേജും ഉണ്ട് ഈ ഒരു ഫൗണ്ടേഷന്. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മായ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. അപ്പം ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്. ഈ ഒരെണ്ണം വാങ്ങിച്ചാൽ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൺസീലർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും എടുത്ത് യൂസ് ചെയ്യേണ്ട. അല്ലാതെ നമ്മൾ ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നമ്മുടെ കഴുത്തിലും അതുപോലെ നോസിലും കൂടി ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് വിട്ടാൽ മതി. അപ്പം അത് നന്നായിട്ട് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് കോണ്ടർ ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി ഒരു കാജലാണ്, ഒരു ബ്രൗൺ കാജലാണ്. അതെടുത്തിട്ട് ഞാൻ നോസിലും അതുപോലെ ജോ ബോൺസിലും ഒക്കെ ഒന്ന് കൊടുക്കുകയാണ്.
കോണ്ടൂർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് കോണ്ടൂറിങ് എന്നുള്ളത്. ഇനി വലിയ തടിച്ച മൂക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്ന് കോണ്ടൂർ ചെയ്യണമെങ്കിൽ നമുക്ക് മൂക്കൊക്കെ ഒന്ന് സ്ലിം ആയിട്ടൊക്കെയായിട്ടും അതുപോലെ തന്നെ കവൾ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു തുടുത്ത കവളൊക്കെ ഉള്ളതായിട്ട് തോന്നാനായിട്ടൊക്കെ സഹായിക്കും. നല്ലൊരു ഷേപ്പ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ജോ ബോൺസിലും അതുപോലെ ജോ ലൈൻസിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒരു കവിളിന് നല്ല ഷേപ്പ് കിട്ടുക, നല്ല തുടുത്തായിട്ട് തോന്നാനായിട്ടൊക്കെ സഹായിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ നോസിനൊക്കെ നല്ല ഷേപ്പ് കിട്ടാനായിട്ടൊക്കെ സഹായിക്കും. ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നോസിലും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്, നല്ലൊരു സെറ്റായിട്ടിരിക്കാനായിട്ട്. അതിന് ശേഷമാണ് ഞാനിവിടെ കോമ്പാക്റ്റ് എടുത്തിട്ട്, കോമ്പാക്റ്റ് മേബലിൻ്റെ കോമ്പാക്റ്റാണ്, മേബലിൻ ഫിറ്റ്മിൻ്റെ കോമ്പാക്റ്റാണ്, നല്ല കോമ്പാക്റ്റാണ്. പക്ഷേ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്, അത് കാരണം ഒരു ഇച്ചിരി ലൈറ്റ്നെസ് തോന്നും. അത് ഇച്ചിരി ലൈറ്റായിട്ടുള്ള കോമ്പാക്റ്റാണ് എനിക്കും ഇഷ്ടം. കാരണം നല്ലൊരു വേറെ ഒന്നും ഇട്ടില്ല തന്നെ ഈ ഒരു കോമ്പാക്റ്റ് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. നമുക്ക് വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലൊരു ആ ഒരു എന്താ പറയുക, നല്ല നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനും കൺസീലറൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഗ്രീസി ആയിട്ടുള്ള തോന്നും. നമുക്ക് ആ ഒരു ഗ്രീസിനെസ്സിന് മാറാൻ വേണ്ടിയിട്ട് ഈ കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി സെറ്റിംഗ് പൗഡർ ഉള്ളവർക്കാണെങ്കിൽ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം, കോമ്പാക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. സെറ്റിംഗ് പൗഡറാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ സെറ്റിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ചീകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴത്തേനും ചീകി കൊടുത്ത ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നല്ല സെറ്റായിട്ടിരിക്കും. അതിന് ശേഷം ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റിൽ നിന്ന് ഡാർക്ക് ബ്രൗണും അതുപോലെ ലൈറ്റ് ബ്രൗണും ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു തുടങ്ങുന്ന ഏരിയാസിൽ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗണേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലാതെ മറ്റേ നല്ല കട്ടിയുള്ള ഏരിയാസിലാണെങ്കിൽ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല നാച്ചുറലായിട്ട് തോന്നും. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇച്ചിരി കട്ടി കുറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം ത്രെഡ് ചെയ്തപ്പോൾ, അത് കാരണം നല്ല കട്ടിക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കൊരു സ്പൂൾ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വാക്സും കൂടി ഉണ്ടാകും, വൈറ്റ് കളറിൽ കാണുന്ന വാക്സാണ്. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വാക്സും കൂടി അപ്ലൈ ചെയ്തിട്ട് ചീകി കൊടുത്താൽ മതി, നല്ല സെറ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഐഷാഡോ ആണ്. ഇത് ലാക്മയുടെ ഐഷാഡോ ആണ്. ഇത് ലാക്മയുടെ ഐഷാഡോ പാലറ്റ് ഇച്ചിരി പ്രൈസ് കൂടി ഐഷാഡോ പാലറ്റാണ്. അതിൽ നിന്നൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കട്ട് ക്രീസ് മാത്രം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഒരു വലിയ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു പാലറ്റിന്, പക്ഷേ നല്ല ഒരു ചെറിയൊരു മെറ്റാലിക് ആയിട്ടുള്ളൊരു ഷെയ്ഡ്സാണ്. നമുക്കൊരു മാറ്റ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ 2-3 ഷെയ്ഡ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു ഇച്ചിരി മെറ്റാലിക് കൂടിയ ഷെയ്ഡ്സാണ്. പക്ഷേ വലിയ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തവർക്കാണെങ്കിൽ ഇപ്പം ലൈറ്റായിട്ടുള്ള ഐഷാഡോസാണ് ഇഷ്ടമുള്ളവർക്കെങ്കിൽ ഈ ഒരു പാലറ്റ് തിരഞ്ഞെടുക്കാം. ഇനി ഞാൻ അതിൽ നിന്നിട്ട് ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു ബ്രൗൺ കളറും ആ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ നന്നായിട്ട് നല്ല സൂട്ടാവും ഈ ഒരു ലുക്കിന്. ഇപ്പം ഞാൻ ബ്രൗൺ കളറിൽ ചുരിദാർ ഇട്ടിരിക്കുന്ന കാരണം ആ ഒരു ഷെയ്ഡ്സ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുമ്പോഴത്തേനും നല്ലൊരു ലുക്ക് നമുക്ക് തോന്നും ആ ഒരു കാണിന്. അതിന് ശേഷം ഞാനിവിടെ മേബലിൻ്റെ കൊളോസൽ കാജലാണ് കൊളോസൽ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഒരു ഐലൈനറാണ്, നമുക്ക് നന്നായിട്ട് കണ്ണ് നല്ല വിടർന്നിരിക്കാൻ സഹായിക്കും, കണ്ണ് നല്ല പോലെ എഴുതാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഐലൈനറാണ്. നമുക്ക് നല്ല സുഖമാണ് ഇതും കൊണ്ട് എഴുതാനായിട്ട്. ഇതിൻ്റെ ആ ഒരു ബ്രഷ് നല്ല രസമാണ്, നമുക്ക് സുഖമായിട്ട് നല്ല വിങ്ഡായിട്ട് ഐലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഐലൈനർ ഒരു 4-5 മണിക്കൂറൊക്കെ നിൽക്കും, പക്ഷേ ട്രാൻസ്ഫർ ആകുന്നുണ്ട്, പിന്നെ സ്മഡ്ജ് ആവില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേറ്ററാണ് എടുത്ത് പറയേണ്ടത്. ആപ്ലിക്കേറ്റർ നല്ല കംഫർട്ടബിളാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്, പിന്നെ വാട്ടർ പ്രൂഫ് അല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് നല്ല ഓവറോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു ഐലൈനറാണ്. അപ്പം അത് ഞാൻ നന്നായിട്ട് വിങ്ഡായിട്ട് ഒരു തിന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ വാരിട്ട് കണ്ണെഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രസമാണ് നമുക്ക് എഴുതാനായിട്ട്. ഇത് നല്ല സ്മൂത്തുമാണ്, നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്റർ. അതിന് ശേഷം ഞാനിവിടെ കാജലാണ് എടുത്തിരിക്കുന്നത്. കാജൽ എടുത്തിരിക്കുന്നത് കളർ ബാറിൻ്റെ കാജലാണ്.
ഇത് ഈ ഒരു കാജൽ നല്ല അടിപൊളി കാജലാണ്, നല്ല അഫോർഡബിൾ ആണ്. കൂടാതെ നമുക്ക് നല്ല ബ്ലാക്ക് കളറാണ്, വാട്ടർ പ്രൂഫാണ്, പിന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മഡ്ജും ആകത്തില്ല, നല്ലപോലെ ലാസ്റ്റും ചെയ്യുന്നുണ്ട് ഈ ഒരു കാജൽ. അടിപൊളി കാജലാണ്. അത് ഞാൻ വാട്ടർ ലൈനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 2 കണ്ണിൽ വാട്ടർ ലൈനിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് വെക്കുവാണ്. ഇത് നമുക്ക് സ്മഡ്ജ് ആകത്തില്ല, നല്ല എടുത്ത് നിൽക്കും, നമുക്ക് കണ്ണ് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടിപൊളി കാജലാണ് ഈ ഒരു കാജൽ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഞാനിവിടെ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. മസ്കാര ഞാനിവിടെ കളർ ബാറിൻ്റെ തന്നെ മസ്കാരയാണ്, നല്ലപോലെ വിടർന്നിരിക്കാൻ സഹായിക്കുന്ന ഒരു മസ്കാരയാണ് ഈ മസ്കാര. വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ലാസ്റ്റ് ചെയ്യാൻ, നല്ലപോലെ ഐലാഷസ് വോളമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മസ്കാരയാണ് ഈ ഒരു മസ്കാര. ഇത് പ്രൈസ് ഇച്ചിരി കൂടിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു മസ്കാര, നല്ല ക്വാളിറ്റി ഉള്ളൊരു മസ്കാരയാണ്. നന്നായിട്ട് നമുക്ക് നല്ല കണ്ണ് നല്ലപോലെ വിടർന്നിരിക്കാൻ സഹായിക്കും, ഐലാഷസ് നല്ലപോലെ വോളമൈസ് ചെയ്യും. അപ്പം അത് ഞാൻ 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്രഷ് നല്ല നീളമുള്ള ബ്രഷാണ്. ഇനി നീളം വേണമെങ്കിൽ നീളം കുറയ്ക്കാവുന്നതുമാണ് ഇതിൻ്റെ ബ്രഷിന്. പിന്നെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റർ അല്ല, സത്യത്തിൽ ഇത് ബെറ്റാംബെല്ലിൻ്റെ ഓംബ്രെ ബ്ലഷാണ്. ഇത് ബ്ലഷാണ്, പക്ഷേ ഞാനത് ഹൈലൈറ്റർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഹൈലൈറ്റർ ആയിട്ട് ഞാൻ നോസിലും അതുപോലെ ചീക്ക് ബോൺസിലും ലിപ്സിന് മേളിലും താടിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സത്യം പറഞ്ഞൊരു ബ്ലഷാണ്. ഈ ബ്ലഷ് പക്ഷേ നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഹൈലൈറ്ററാണ്. കാരണം നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഹൈലൈറ്റിങ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു സാധനം. നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് ഇട്ടതായിട്ട് തോന്നത്തില്ല, എന്നാൽ നല്ലൊരു ഗ്ലോസി ലുക്കും തോന്നും. അപ്പം ഈ ഒരു സാധനം ബ്ലഷായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഹൈലൈറ്ററായിട്ട് നല്ലത്, പക്ഷേ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ലാക്മയുടെ ലിപ്സ്റ്റിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ലാക്മയുടെ അബ്സല്യൂട്ട് റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ നല്ല ഷെയ്ഡാണ്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ബർഗണ്ടി ഷെയ്ഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.